അതിർത്തി ലംഘിച്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം. ഇന്ത്യയുടെ MiG-21 യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു. പൈലറ്റിനെ കാണാനില്ലെന്നും കസ്റ്റഡിയിലുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം ഇന്ത്യയും വെടിവെച്ചിട്ടു. ബദ്ഗാമിൽ ഇന്ത്യയുടെ ഹെലികോപ്റ്റർ സാങ്കേതിക തകരാറിനെ തുടർന്ന് തകർന്നു വീണ് 4 പേർ കൊല്ലപ്പെട്ടു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് പാക് സൈന്യം ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് മോർട്ടാറുകൾ പ്രയോഗിക്കുന്നത് തുടരുകയാണ്. ബാലാകോട്ടിൽ ഇന്ത്യ ഭീകരർക്കെതിരെ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ നേരിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് പാകിസ്ഥാന്റെ 3 F-16 വിമാനങ്ങളാണ് അതിർത്തി കടന്നെത്തിയത്. ഇവയെ വ്യോമസേന തുരത്തി. ഒരു പാക് വിമാനം വ്യോമസേന വെടിവെച്ചിട്ടു. അതിർത്തിക്കപ്പുറം വിമാനം നിലം പതിച്ചു. One Pakistan Air Force fighter aircraft was shot down by a MiG-21 Bison. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം വെടിവെച്ചിട്ടു. പൈലറ്റ് കസ്റ്റഡിയിലുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടതായി എയർ വൈസ് മാർഷൽ RGK കപൂർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. We have unfortunately lost one MiG-21. The pilot is missing in action. Pakistan has claimed that he is in their custody. We are ascertaining the facts. ബദ്ഗാമിലാണ് ഇന്ത്യയുടെ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണത്. അപകടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. കശ്മീരിലെ ജനവാസ മേഖലയിൽ പാകിസ്ഥാൻ മോർട്ടാറുകൾ ഉപയോഗിച്ച് രാവിലെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ജനവാസ മേഖലകളിൽ ഷെല്ലുകൾ വർഷിക്കുകയും ചെയ്തു. यहाँ पे बहुत फायरिंग चल रही है, लेकिन हमें डरने वाली कोई बात नहीं है. हमारे बच्चे, मेरी बीवी, मेरे माता पिता सब इस कमरे में बैठे हुए हैं. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ നിരവധി പാക് സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട്. കശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിൽ കേന്ദ്രം കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, മുംബൈ, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം. അതിർത്തി സംസ്ഥാനങ്ങളിലെ 8 വിമാനത്താവളങ്ങളിൽ വ്യോമഗതാഗതത്തിന് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചെങ്കിലും ജാഗ്രത തുടരുകയാണ്. കാണാതായ വ്യോമസേനാ പൈലറ്റിന്റെ വിവരങ്ങൾക്കായി നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് രാജ്യം. പൈലറ്റിനെ സുരക്ഷിതനായി ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇനിയുള്ള ദൗത്യം. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. 2 ഇന്ത്യൻ സൈനികർ തങ്ങളുടെ കൈവശമുണ്ടെന്ന നിലപാട് തിരുത്തി പാകിസ്ഥാൻ. ഒരു ഇന്ത്യൻ പൈലറ്റ് മാത്രമേയുള്ളൂവെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. 2 സൈനികർ പിടിയിലുണ്ടെന്നായിരുന്നു പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത്. വിവരങ്ങളുമായി ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാൽ ചേരുന്നു. ശ്രീലാൽ, പാകിസ്ഥാൻ സൈനിക വക്താവ് ആസിഫ് ഗഫൂറിന്റെ രാവിലത്തെ അവകാശവാദമാണ് വൈകുന്നേരമാകുമ്പോഴേക്ക് പാകിസ്ഥാൻ തിരുത്തുന്നത്. എന്താണ് പാകിസ്ഥാൻ പുതുതായി പറയുന്നത്? രേണുക, ഇത്തരമൊരു അവകാശവാദം നേരത്തെ തന്നെ പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നുവെങ്കിലും അതിനെ ഇന്ത്യ തുടക്കം മുതൽ എതിർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പിടികൂടിയ ഒരു ആട്ടിടയനെ വേഷം മാറ്റി ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റിന്റെ വേഷത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ അയാളുടെ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഉച്ചയോടെ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണം. അതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ ഇന്ത്യ പാകിസ്ഥാന്റെ പിടിയിലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുവെന്ന് പറഞ്ഞ ഇന്ത്യൻ വിംഗ് കമാൻഡർ അദ്ദേഹം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയവും വകുപ്പും ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനിയുള്ള ആശങ്ക ഈ വിംഗ് കമാൻഡറെ അദ്ദേഹത്തിന് സുരക്ഷിതനായി മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വിംഗ് കമാൻഡറുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കയാണ് ഇപ്പോൾ രാജ്യം പങ്കുവയ്ക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതും. വിംഗ് കമാൻഡറെ സുരക്ഷിതരായി മടക്കിക്കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേർന്ന 21 പാർട്ടികളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ഇത്തരമൊരു ആവശ്യം ഉയർന്നു. ആ ആവശ്യം തന്നെയാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ, ജമ്മു കാശ്മീരിൽ നിന്നും മറ്റുമുള്ള പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ മോദി സർക്കാരിനെതിരെയുള്ള ചില രാഷ്ട്രീയ പ്രയോഗങ്ങളും ഈ ഒരു നടപടിയോടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. കഴിഞ്ഞ ദിവസം വരെയും സർക്കാരിൻ്റെ ഏത് നടപടിക്കും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. വിംഗ് കമാൻഡറെ സുരക്ഷിതനായി മടക്കി
മടക്കിക്കൊണ്ടുവരണം എന്ന ആവശ്യം ശക്തിപ്പെടുന്നു. ആ വിംഗ് കമാൻഡറെ മടക്കിക്കൊണ്ടുവരുന്ന സമയം വരെയെങ്കിലും പ്രധാനമന്ത്രി രാഷ്ട്രീയ പരിപാടികൾ റദ്ദാക്കി അദ്ദേഹം ഇതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ള ഒരു ആക്ഷേപം പോലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നു. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇനി അടുത്ത നടപടി എന്ത് എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കാണ് ഇപ്പോൾ സർക്കാരും പ്രതിരോധ വകുപ്പും സൈനിക കേന്ദ്രങ്ങളും നീങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ രാജ്യം ആശങ്കയോടെ നെഞ്ചെടുപ്പോടെ കാത്തിരിക്കുന്നത് ഈ വിംഗ് കമാൻഡറെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ തന്നെയാണ്, അദ്ദേഹത്തെ സുരക്ഷിതനായി മടക്കിക്കൊണ്ടുവരാൻ തന്നെയാണ്. അദ്ദേഹത്തെ പ്രസിഡന്റ് ഓഫ് വാർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് ആ ജനീവ കൺവെൻഷൻ പ്രകാരം അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. അതിനെയും ഇന്ത്യ വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ജനീവ കൺവെൻഷന് എതിരാണ് കീഴ്വഴക്കങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി തന്നെ ഇന്ത്യ ഈ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ടി ജി ശ്രീലാലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും രാവിലെ മുതലുള്ള അവകാശവാദം പാകിസ്ഥാൻ തിരുത്തുകയാണ്. 2 പേർ കസ്റ്റഡിയിൽ ഉണ്ട് എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം. ഒരാൾ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത് എന്നതാണ് പുതിയ നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം, തുടരുക. കാണാതായ പൈലറ്റ് പാകിസ്ഥാൻ കസ്റ്റഡിയിലെന്ന് ഇന്ത്യ. പൈലറ്റിനെ ഉടൻ വിട്ടുതരണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അതേസമയം അതിർത്തിയിൽ സംഘർഷം കനത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെയും ഇന്ത്യ വിളിച്ചുവരുത്തി. വിദേശകാര്യ മന്ത്രാലയമാണ് പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സയ്യിദ് ഹൈദർ ഷായെ വിളിച്ചുവരുത്തി പാക് സൈനിക നടപടികളിൽ പ്രതിഷേധം അറിയിച്ചത്. നേരത്തെ പുൽവാമ ആക്രമണം നടന്നതിന് പിന്നാലെ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. സൈനിക മേധാവികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, അതിർത്തി അശാന്തമായി തുടരുമ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഡൽഹിയിൽ. ഇപ്പോൾ സൈനിക മേധാവികളുമായി പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് നടന്നുവരുന്നത്. എന്താണ് സൈന്യത്തിന് നിർദ്ദേശം നൽകാൻ പോകുന്നത്? എങ്ങനെയാണ് സാഹചര്യങ്ങൾ? രേണുക, ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പാക് സ്ഥാനപതിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്ത്യ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇത് സംബന്ധിച്ചിരിക്കുന്ന ഔദ്യോഗികമായ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു. നേരത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്നത് ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാനുമായി ഉള്ള ആക്രമണത്തിനിടെ ഇന്ത്യൻ പൈലറ്റിനെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. മിഗ് 21 വിമാനത്തിലുള്ള ഇന്ത്യൻ പൈലറ്റിനെ കാണാതായിരിക്കുന്നു എന്ന് മാത്രമാണ് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പാക് ഉപസ്ഥാനപതി സൈദർ അലിഷായെ വിളിച്ചു വരുത്തി കൃത്യമായി ഇന്ത്യയുടെ നിലപാട് അറിയിച്ചതിനു ശേഷം വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ് കാണാതായിരിക്കുന്ന പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള കാര്യം. നേരത്തെ തന്നെ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു ഒരു വീഡിയോ കാണാതായ പൈലറ്റുമായി ബന്ധപ്പെട്ട്. പാക് സൈനിക ഉദ്യോഗസ്ഥരടക്കം ആ വീഡിയോ പുറത്തുവിടുകയും നിലവിൽ കസ്റ്റഡിയിലുള്ള അഭിനന്ദ് എന്ന പൈലറ്റ് സൈനിക വിംഗ് കമാൻഡർ അധികം സുരക്ഷിതനായിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അതും ഒപ്പം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവനയും കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള പൈലറ്റിന്റെ വിവരങ്ങൾ സംബന്ധിച്ച്. ഈ പ്രസ്താവനയിൽ വളരെ കൃത്യമായി ഇന്ത്യ പറയുന്ന കാര്യം, ഈ ഇന്ത്യൻ സൈനികനെ ആക്രമിക്കുന്ന തരത്തിലുള്ള വീഡിയോയും മറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വൃത്തികെട്ട പ്രദർശനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട്. ഒരു മുറിവേറ്റ സൈനികനെതിരെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ നടന്നിരിക്കുന്നത്. അത് പൂർണ്ണമായും മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണ്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ഒപ്പം ജനീവ കൺവെൻഷൻ വ്യവസ്ഥകളുടെ ലംഘനവുമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഒരു കാരണവശാലും പാടില്ല. നിലവിൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള സൈനികന്റെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് അടിയന്തരമായി സുരക്ഷിതമായി ഈ സൈനിക ഉദ്യോഗസ്ഥനെ വിട്ടുകിട്ടുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്നും പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്കെതിരെ മുൻകരുതൽ ആക്രമണം നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ അതിന് പകരം ഇന്ത്യയിലെ സൈനിക താവളങ്ങളെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് തീർത്തും പ്രകോപനപരമായ നടപടിയാണ്. ഒരു കാര്യം കൂടി ഇന്ത്യ സ്ഥിരീകരിക്കുകയാണ്, പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമാതിർത്തി മറികടന്ന് ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്ന കാര്യം. അങ്ങനെ ആക്രമണം നടത്താൻ ശ്രമിച്ചതും തീർത്തും പ്രകോപനപരമായ നടപടിയാണ്. അങ്ങനെയുള്ള ആക്രമണത്തിന് മറുപടി നൽകാനുള്ള കർശനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇന്ത്യക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് കാണാതായിരിക്കുന്ന ഇന്ത്യൻ സൈനികൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട്, എത്രയും പെട്ടെന്ന് വിട്ടുതരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയ്ക്കും അതിന്റെ നിലവിൽ പാകിസ്ഥാനിലുള്ള നേതാക്കൾക്കും
സൈനികൾക്കും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരിക്കുന്നു. ആ തെളിവുകളും രേഖകളും കൈമാറിക്കൊണ്ട് അടിയന്തരമായി വ്യക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യ രേഖാമൂലം തന്നെ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതിലൂടെ ആ നടപടി എടുക്കുമോ എന്ന് അറിയാനായുള്ള ഒരു കാത്തിരിപ്പ് ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. ഇന്ത്യൻ സൈനികരെ വിട്ടുകിട്ടുന്നതിനായുള്ള നടപടികളും ഇന്ത്യ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു നിലപാട് ഔദ്യോഗികമായി തന്നെ അറിയിച്ചതിലൂടെ. തുടരുക ഉണ്ണി. ടി ജെ ശ്രീലാൽ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീലാൽ, ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സന്ദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇന്ത്യ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളിലുള്ള അതൃപ്തി രേഖപ്പെടുത്തുക കൂടി ചെയ്തത്. നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചർച്ചയ്ക്കുള്ള ഒരു സന്നദ്ധത മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ത്യയുടെ ഈ സമീപനത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ചർച്ചയും ഭീകരവാദവും ഒരുമിച്ച് പോകില്ല എന്നതായിരുന്നു ഇന്ത്യ കഴിഞ്ഞ കുറേ നാളായി സ്വീകരിച്ചു വരുന്ന നിലപാട്. അതിലൂന്നി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നാണ്. തീർച്ചയായും രേണുക, ചർച്ചയും തീവ്രവാദവും ഭീകരവാദവും ഒരുമിച്ച് പോകുകയില്ല. അത് മാത്രവുമല്ല, ആ നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഇന്ത്യ പാകിസ്ഥാനിൽ ചില ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി, അത് തകർത്തു. അതിന് പകരം പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യൻ ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോൾ കടന്നു വന്ന് ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ ശ്രമം നടത്തി. അതിനെ ഇന്ത്യ പരാജയപ്പെടുത്തി. ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാന്റെയും വ്യോമസേന വിമാനങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആണ് നമുക്കൊരു മിഗ് വിമാനം നഷ്ടപ്പെട്ടതും അതിൻ്റെ പൈലറ്റിനെ കാണാതായതും. പാകിസ്ഥാന്റെ ഒരു മിഗ് വിമാനം, ഒരു F-16 യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വെടികൊണ്ട യുദ്ധവിമാനം വീണത് പാകിസ്ഥാന്റെ തന്നെ സൈഡിലായതുകൊണ്ട് അവിടെ പൈലറ്റ് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. എന്തായാലും അദ്ദേഹത്തെ പിടികൂടാൻ സാധിച്ചിട്ടുമില്ല. അതേസമയത്ത് നമ്മുടെ ഒരു വിംഗ് കമാൻഡർ പാകിസ്ഥാൻ പിടിയിലാവുകയും ചെയ്തു. അത് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചുവെങ്കിലും ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ള സാഹചര്യം ആ വിംഗ് കമാൻഡറെ സുരക്ഷിതനായി മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഈ ആവശ്യമാണ്, അതായത് ജനീവ കൺവെൻഷൻ പ്രകാരം ആ വിംഗ് കമാൻഡറെ അത് പ്രകാരമുള്ള രീതിയിൽ വേണം വിംഗ് കമാൻഡറെ നോക്കേണ്ടത്. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള മനുഷ്യരഹിതമായ നടപടിയിലേക്ക് പാകിസ്ഥാൻ പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചു. ഒപ്പം തന്നെ പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തു. എങ്ങനെയാണ് ജയ്ഷെ മുഹമ്മദ് ഈ പുൽവാമ ആക്രമണത്തിന് തയ്യാറെടുത്തതും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും എന്തൊക്കെ സഹായങ്ങൾ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ കൈമാറിയിരിക്കുന്നത്. ഇന്ത്യ ഈ അന്വേഷണത്തിൽ ഇന്ത്യ നടത്തുന്ന ഈ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് നേരത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു വിവരങ്ങൾ കൈമാറിയതും. ഇപ്പോൾ നമ്മൾ ഇക്കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിൽ 3 സേനാ മേധാവികളുമായി ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിൽ വരുന്ന കാര്യം എങ്ങനെ ഈ വിംഗ് കമാൻഡറെ സുരക്ഷിതരായി മടക്കിക്കൊണ്ടുവരാം എന്നുള്ളതാണ്. അതിനെന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്തായാലും വിംഗ് കമാൻഡറെ മടക്കിക്കൊണ്ടുവരുന്നതിനായി ഇന്ത്യ സൈനികമായി എന്തെങ്കിലും നടപടിയെടുക്കും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിംഗ് കമാൻഡറെ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അത് ഏത് രീതിയിലാകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സൈനിക മേധാവികളുമായി പുരോഗമിക്കുന്നത്. തീർച്ചയായും അത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ണിയിൽ നിന്ന് കൂടി നമുക്ക് അറിയാം. ഉണ്ണി, ഇപ്പോഴും ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഈ സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പല തലങ്ങളിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നു വരികയായിരുന്നു. സൈന്യത്തോട് പൂർണ്ണ സജ്ജരായിരിക്കാനുള്ള നിർദ്ദേശവും ആഭ്യന്തര മന്ത്രി നൽകുകയുണ്ടായി. ഇപ്പോഴും സൈനിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടക്കുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അത്തരം ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് തലത്തിലാണ് കാര്യങ്ങൾ? ഏത് സാഹചര്യവും നേരിടാൻ തക്കവിധം സജ്ജമാകുക എന്നതാണോ ഈ കൂടിയാലോചനകളിലൂടെയെല്ലാം ലക്ഷ്യമിടുന്നത്? രേണുക, ഈ കൂടിയാലോചനകളുടെ ലക്ഷ്യം അത് തന്നെയാണ്. സൈനിക മേധാവികളെ അടക്കം പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചർച്ച നടത്തുമ്പോഴും അതിന്റെ ലക്ഷ്യം അത് തന്നെ. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലൂടെ പാകിസ്ഥാനെ പുൽവാമ ഭീകരാക്രമണത്തിൽ നടപടിക്കായി ഡൊസീർ കൈമാറുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. അതായത് സാധാരണ ഒരു ആക്രമണം നടന്നാൽ കൃത്യമായ തെളിവുകൾ നിരത്തിയുള്ള രേഖകളാണ് കൈമാറിക്കൊണ്ട് നടപടി ആവശ്യപ്പെടാറ്. മുംബൈ ഭീകരാക്രമണം നടന്നപ്പോഴും നേരത്തെ ഇതേ രേഖകൾ കൈമാറിക്കൊണ്ട് നടപടി ആവശ്യപ്പെട്ടതാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക്, അതിൽ
പാകിസ്ഥാനിലെ നേതാക്കളുടെ വിവരങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവുകളാണ് ഇന്ത്യ കൈമാറിയിരിക്കുന്നത്. അങ്ങനെ ഒരു രേഖ കൈമാറിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന് കാത്തിരിക്കുക എന്നുള്ളതാണ്. ഒരു ചർച്ചയുടെ സ്വരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നത് തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ട കാര്യം. അതിൽ നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു പൈലറ്റ് ഇപ്പോൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട്. വലിയ യുദ്ധമുറകളിലേക്കൊക്കെ കടന്നുകൊണ്ട് അങ്ങനെ വലിയ തിരിച്ചടി നൽകാനുള്ള ഒരു സാഹചര്യം നിലവിൽ അത്ര കണ്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ചർച്ചയിലൂടെ ഈ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുക, അത് ആ നയതന്ത്രപരമായി ഇന്ത്യ നേരിട്ടും മറ്റ് അന്താരാഷ്ട്ര സമൂഹത്തിലൂടെയും സമ്മർദ്ദം ചെലുത്തുക എന്നത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു പാത എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ പൈലറ്റ് കസ്റ്റഡിയിലായതിനു ശേഷം ആ പൈലറ്റിനെ ഏത് രീതിയിലും വിംഗ് കമാൻഡറെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പാക് ഉപ കമ്മീഷണറെ വിളിച്ചു വരുത്തുകയും ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതും. 2 നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്ന്, പുൽവാമ ഭീകരാക്രമണത്തിലെ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് സാധ്യമായ വ്യക്തമായ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന കാര്യം ജെയ്ഷെ മുഹമ്മദിനെതിരെ. മറ്റൊരു കാര്യം, കസ്റ്റഡിയിലുള്ള ഇന്ത്യൻ വിംഗ് കമാൻഡറിന്റെ സുരക്ഷ ഉറപ്പാക്കണം. അദ്ദേഹത്തെ വൃത്തികെട്ട രീതിയിൽ പ്രദർശിപ്പിക്കുന്ന ആക്രമിക്കുന്ന പോലുള്ള വീഡിയോകൾ അത് ജനീവ കൺവെൻഷന്റെയും മനുഷ്യാവകാശ ചട്ടങ്ങളുടെയും ലംഘനമാണെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടത്, ഈ ഒരു നിർദ്ദേശം ഇന്ത്യ നൽകുന്ന സമയത്ത് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കം ഉണ്ടായിട്ടുണ്ട്. ഈ വിംഗ് കമാൻഡറുടെ ഒരു വീഡിയോ പാകിസ്ഥാൻ സൈനിക വക്താവ് അടക്കം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും അതേ ജവാനെ കൊണ്ട് തന്നെ, അതേ സൈനിക ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ പാക് സൈന്യം പീഡനങ്ങൾ ഏൽപ്പിക്കുന്നില്ല എന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ കൂടി പുറത്തുവിടുന്നുണ്ട്. ഈ രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാന്റെ നടപടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒപ്പം പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടി നൽകാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കുകയുമാണ് ഇന്ത്യ. ശരി, ഞാൻ ഉണ്ണിയിലേക്ക് തിരിച്ചു വരാം. ശ്രീലാലിലേക്ക് വീണ്ടും. ശ്രീലാൽ, ഇവിടെ ഈ ചർച്ച എന്നതിന്റെ സാധ്യതയിലേക്ക് തന്നെ വന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം പാക് മാധ്യമങ്ങളെല്ലാം ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത് ഇന്ത്യയെ വീണ്ടും പാകിസ്ഥാൻ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന നിലയിലാണ്. അവർ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു വീണ്ടും ചർച്ചയ്ക്കായി എന്ന തരത്തിൽ വലിയ രീതിയിൽ വാർത്തകൾ നൽകുകയാണ് പാക് മാധ്യമങ്ങൾ. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സന്നദ്ധത അവർ തുറന്നു എന്നത് അവർ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു? അങ്ങനെയുള്ള ആത്മാർത്ഥതയോടെയുള്ള നിലപാടായിരുന്നോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇമ്രാൻഖാൻ സ്വീകരിച്ചിരുന്നത്? ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച എന്നത് സാധ്യമാണ്? രേണുക, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഇനിയുള്ള ഏതൊരു നീക്കവും രാജ്യാന്തര സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാകും. അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇമ്രാൻഖാൻ ഇന്നിപ്പോൾ വളരെ സൗമ്യനായി വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ത്യയിൽ പുൽവാമ ആക്രമണത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ ദുഃഖം അതിൽ പങ്കുചേരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ത്യയെ വീണ്ടും ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. പാകിസ്ഥാനിന്റെ മണ്ണിൽ ഭീകരവാദത്തിന് സ്ഥാനമില്ല എന്ന് പറയുന്നു. ഇതെല്ലാം പറച്ചിലിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോഴാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ സ്വഭാവം വരിക. ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് രാജ്യാന്തര സമൂഹത്തിന്റെ പ്രീതി പിടിച്ചുപറ്റുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭീകരവാദത്തിനെതിരെയുള്ള നടപടി എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ നടപടി അംഗീകരിക്കപ്പെടുകയും പാകിസ്ഥാന് മേൽ സമ്മർദ്ദം രാജ്യാന്തര സമൂഹം ചെലുത്തുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനോട് കർശന നിർദ്ദേശങ്ങൾ തന്നെ നൽകുകയും ചെയ്തിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ന് കടന്നുകയറാൻ ശ്രമിച്ചത്. ഇവിടെയാണ് പാകിസ്ഥാൻ ചെയ്യേണ്ട കാര്യം. ഇമ്രാൻഖാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഇമേജ് ബിൽഡപ്പിന്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ച ശേഷമാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ അല്ല ഉള്ളത്. നിലവിൽ ഇത്തരമൊരു ചർച്ചയ്ക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയില്ല. അത് പാടെ തള്ളിക്കളയാൻ തന്നെയാകും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടാകുക. അല്ലെങ്കിൽ ഇന്ത്യ ഈ ക്ഷണം തള്ളിക്കളയും. കാരണം യാതൊരുവിധ നടപടികളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഭീകരവാദത്തിനെതിരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇന്ത്യ തുടക്കം മുതൽ പറയുന്നത്. ഇപ്പോഴെന്നല്ല, മുംബൈ ആക്രമണത്തിന് മുമ്പും മുംബൈ ആക്രമണത്തിന് ശേഷവും ഇന്ത്യ പാകിസ്ഥാനോട് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം പാക് മണ്ണിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ യാതൊരുവിധ നടപടിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള അസർ മസൂദ് അടക്കമുള്ള ഭീകരർക്ക് സഹായം നൽകുന്ന നിലപാടാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടായതും. അതുതന്നെയാണ് ഇത്തരമൊരു വലിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചയല്ല ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ ഈ വിംഗ് കമാൻഡറെ സുരക്ഷിതരായി മടക്കിക്കൊണ്ടുവരാം എന്നുള്ള ആലോചനകളാണ്. അതിന് രാജ്യാന്തര സമൂഹത്തെ ഉൾപ്പെടുത്തണമെങ്കിൽ അതിനും ഇന്ത്യ തയ്യാറാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഉണ്ണിയിലേക്ക് ഒരിക്കൽ കൂടി. ഉണ്ണി, ശ്രീലാല് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൈലറ്റിന്റെ മോചനം എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനമായ കാര്യം ഈ നിമിഷങ്ങളിൽ.
അതുകൊണ്ട് തന്നെ പൈലറ്റിന്റെ മോചനം സാധ്യമാക്കുക എന്നതിനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്നതായിരിക്കും ആലോചനയിലും. നേരത്തെ MEAയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പാകിസ്ഥാന്റെ അവകാശവാദം സൂചിപ്പിക്കുന്നു. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 3-4 മണിക്കൂറിന് ശേഷം അക്കാര്യം പാകിസ്ഥാന്റെ കൈവശം തന്നെയാണ് പൈലറ്റ് ഉള്ളതെന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും കൂടി വരുന്നു. ആ പൈലറ്റിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനാണ് എന്ന് ബോധ്യപ്പെടുത്താനാണോ ഇന്ത്യ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഏത് നിലയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇന്ത്യ ഇപ്പോൾ പൂർണ്ണമായും അന്താരാഷ്ട്ര നിയമങ്ങൾ, മനുഷ്യാവകാശ ചട്ടങ്ങൾ, ഒപ്പം ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള വ്യവസ്ഥകൾ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. പൈലറ്റിനെ മോചിപ്പിക്കുന്നതിന് ഒരു യുദ്ധ നടപടികളിലേക്കോ അല്ലെങ്കിൽ സൈനികമായ ആക്രമണത്തിലേക്കോ ഒന്നും കടന്നാൽ പ്രായോഗികമായി അത് സാധ്യമല്ല എന്നൊരു വിലയിരുത്തൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയായിരിക്കണം നയതന്ത്ര തലത്തിൽ കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ പൈലറ്റിനെ, വിംഗ് കമാൻഡറെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. നിരവധി വീഡിയോകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദിക്കുന്ന ഈ വിംഗ് കമാൻഡർ എന്ന പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള വിംഗ് കമാൻഡറെ മർദ്ദിക്കുന്നതായുള്ള വീഡിയോകൾ, ഒപ്പം വീഡിയോയിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളും വിംഗ് കമാൻഡറെ കൊണ്ട് പറയിപ്പിക്കുന്നതായുള്ള വീഡിയോകൾ, ഇത്തരത്തിലുള്ള വീഡിയോകൾ വന്നതിൽ വലിയ പ്രതിഷേധം തന്നെ ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ്. ഇത്തരം വൃത്തികെട്ട പ്രദർശനങ്ങൾ പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ വീഡിയോകൾ എടുക്കുകയും ബലപ്രയോഗത്തിലൂടെ സമ്മർദ്ദം പ്രയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നതും ആക്രമിക്കുന്നതുമൊക്കെ ജനീവ കൺവെൻഷന്റെയും മനുഷ്യാവകാശ ചട്ടങ്ങളുടെയും ഒക്കെ ലംഘനമാണ്. നമുക്കറിയാം, നേരത്തെ ഇന്ത്യൻ സൈനികരെ പാകിസ്ഥാനിൽ അവരുടെ മൃതദേഹങ്ങളോട് പോലും ക്രൂരത കാണിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഈ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു സൈനികരെ പിടികൂടിയാൽ പോലും അദ്ദേഹത്തോട് പെരുമാറുന്നതിനുള്ള അടിസ്ഥാന മര്യാദകളുണ്ട്. ആ മര്യാദകൾ ലംഘിക്കരുതെന്നാണ് ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, പൂർണ്ണ സുരക്ഷിതനായി ഈ സൈനികരെ തിരികെ വിടണം, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഇന്ത്യ പുലർത്തുന്നതെന്നും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൂടെ നയതന്ത്ര തലത്തിൽ ഈ ഒരു ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലുള്ള വിംഗ് കമാൻഡറെ വിട്ടു നൽകണമെന്ന ആവശ്യം. സ്വാഭാവികമായും പാകിസ്ഥാൻ ഇതിൽ പ്രവർത്തിക്കാനുള്ള ഒരു സമ്മർദ്ദം വരുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം അടക്കം ഈ ഒരു വിഷയത്തിൽ ഈ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് പാകിസ്ഥാനുമേൽ. മറ്റൊരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾക്കെതിരായ നടപടിയാണ്. തെളിവ് കൈമാറിക്കൊണ്ട് അക്കാര്യത്തിൽ നടപടിയും ആവശ്യപ്പെടുന്നു. ഈ രണ്ട് ആവശ്യങ്ങളും നയതന്ത്ര തലത്തിൽ ഉന്നയിച്ചുകൊണ്ട് അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇതിൽ ഇടപെടൽ നടത്തുന്നില്ല എങ്കിൽ സ്വാഭാവികമായും പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ മറ്റ് അന്താരാഷ്ട്ര സമൂഹത്തിനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് സാധിക്കും. ഒപ്പം തന്നെ മറ്റ് നടപടികൾ കൂടി പരിഗണിക്കാനുള്ള ഒരു സാഹചര്യവും അപ്പോൾ ഒത്തുവരും. അതായിരിക്കണം ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടലും പ്രതീക്ഷയും എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, എന്തായാലും കാണാതായ പൈലറ്റ് പാകിസ്ഥാൻ കസ്റ്റഡിയിൽ നിന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. പൈലറ്റിന്റെ മോചനത്തിനായുള്ള നടപടികളാണ് ഇന്ത്യ ഊർജിതമാക്കുന്നത്. പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി സാഹചര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. വിവരങ്ങളാണ് ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും M ഉണ്ണികൃഷ്ണനും നൽകിയത്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർവ്വസജ്ജമായി ഇന്ത്യ. സ്ഥിതിഗതി വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം വിളിച്ചു. പ്രതിരോധ മന്ത്രാലയം ഉദ്യോഗസ്ഥരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇന്ന് 2 തവണ കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ ഇന്ന് തിരക്കിട്ട ഉന്നതതല കൂടിക്കാഴ്ചകളുടെ ദിവസമായിരുന്നു. പാകിസ്ഥാൻ ഉയർത്തുന്ന ഏത് പ്രകോപനത്തെയും നേരിടാനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരും രാവിലെ യോഗം ചേർന്നു. പാക് വിമാനങ്ങൾ അതിർത്തി ലംഘിച്ചതായി സ്ഥിരീകരിച്ചതോടെ അജിത് ഡോവൽ വീണ്ടും പ്രതിരോധ മന്ത്രാലയത്തിലെത്തുകയായിരുന്നു. സൈനിക മേധാവികളും പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പ്രതിരോധ മന്ത്രാലയം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആഭ്യന്തര സാഹചര്യങ്ങൾ നേരിടാൻ രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം വിളിച്ചു. കൊൽക്കത്തയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി 2 പേർ പിടിയിലായ സാഹചര്യത്തിൽ രാജ്യമെങ്ങും കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബിൻ ലാദനെതിരെ അമേരിക്ക നടത്തിയതുപോലുള്ള ആക്രമണം നടത്താൻ ഇന്ത്യയ്ക്ക് അറിയാമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ജെയ്ഷെ മുഹമ്മദിനെ തുടച്ചു നീക്കാൻ ഇന്ത്യയ്ക്ക് അനായാസം കഴിയും. തീവ്രവാദം ഇന്ത്യ വെച്ചുപൊറുപ്പിക്കില്ലെന്നും അരുൺ ജെയ്റ്റ്ലി ഡൽഹിയിൽ പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് की नेवल सील एबटाबाद से ओसामा बिन लादेन को ले गई तो क्या हम नहीं कर सकते? ये केवल कल्पना होती थी, इच्छा होती थी, एक फ्रस्ट्रेशन था, निराशा थी. आज तो वो भी संभव है. പുൽവാമ ഭീകരാക്രമണത്തെയും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളെയും രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള BJP നീക്കത്തെ എതിർത്ത് പ്രതിപക്ഷ പാർട്ടികൾ. ഇടുങ്ങിയ രാഷ്ട്രീയ പരിഗണന വെച്ച് രാജ്യസുരക്ഷയെ കാണരുതെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം മുന്നറിയിപ്പ് നൽകി. കാണാതായ പൈലറ്റിന്റെ സുരക്ഷയിൽ പ്രതിപക്ഷം ആശങ്കയറിയിച്ചു.
പൊതുമിനിമം പരിപാടി ചർച്ച ചെയ്യാൻ നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗമാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷയിൽ കേന്ദ്രീകരിച്ചത്. ജവാന്മാരുടെ ജീവത്യാഗത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള BJP നീക്കം വേദനാജനകമെന്ന് 21 പാർട്ടികൾ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നു. ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും. ഇടുങ്ങിയ രാഷ്ട്രീയ പരിഗണന വെച്ച് രാജ്യസുരക്ഷയെ കാണരുത്. രാജ്യത്തെ വിശ്വാസത്തിലെടുത്തുള്ള നടപടികൾ സ്വീകരിക്കണം. കാണാതായ പൈലറ്റിന്റെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച യോഗം നീചമായ ആക്രമണത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് വ്യക്തമാക്കി. And express their deep concern for the safety of our missing pilot. Leaders urge the government to take the nation into confidence on all measures to protect India's sovereignty, unity and integrity. പ്രധാനമന്ത്രി ഇതുവരെയും സർവകക്ഷി യോഗം വിളിക്കാത്തതിനെ പാർട്ടികൾ അപലപിച്ചു. ഇടത് പാർട്ടി പ്രതിനിധികളും യോഗത്തിനെത്തി. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യം പ്രായോഗികമല്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ സഖ്യ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഇടത് പാർട്ടികൾ. എന്നാൽ അജണ്ട രാജ്യസുരക്ഷയായതോടെയാണ് സീതാറാം യെച്ചൂരി, സുധാകർ റെഡ്ഡി, ബിനോയ് വിശ്വം എന്നിവർ യോഗത്തിനെത്തിയത്. ന്യൂസ് 18 ഡൽഹി. ഭീകരതയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ഗൌരവമായി ചർച്ച നടത്തണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. പുൽവാമ വിഷയത്തിൽ ഇന്ത്യയുടെ ഏത് അന്വേഷണത്തിനും പാകിസ്ഥാൻ പിന്തുണ നൽകും. ചരിത്രത്തിൽ ഒരിടത്തും യുദ്ധം നല്ല രീതിയിൽ അവസാനിച്ചിട്ടില്ലെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. അതിർത്തി കടന്നുള്ള പാക് വ്യോമസേനയുടെ ആക്രമണ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇമ്രാൻഖാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വെള്ളിയാഴ്ച അബുദാബിയിൽ നടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ആഗോള കൂട്ടായ്മയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് പിന്മാറ്റം. പാകിസ്ഥാനിലെ അണ്വായുധ സമിതിയുടെ നിയന്ത്രണമുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റി യോഗം ചേർന്നു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ സമ്മേളനത്തിൽ അതിഥി രാജ്യമായി ഇന്ത്യയെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാകിസ്ഥാന്റെ പിന്മാറ്റം. പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആദ്യമായാണ് ഇന്ത്യയെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്. ഇന്ത്യയെ ക്ഷണിച്ച നടപടി റദ്ദാക്കണമെന്ന് പാകിസ്ഥാൻ UAEയോട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാന്റെ സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ബാലക്കോട്ട് ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കും. ആണവായുധങ്ങളുടെ നിയന്ത്രണമുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റി യോഗവും പാകിസ്ഥാനിൽ ചേർന്നു. ഈ യോഗത്തിലും പ്രധാനമന്ത്രിയായിരുന്നു അധ്യക്ഷൻ. കശ്മീരിൽ പാകിസ്ഥാൻ നിയന്ത്രണരേഖ മറികടന്ന സാഹചര്യത്തിൽ ചേർന്ന നിർണായക യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി. പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചു. ഇന്ത്യൻ സിനിമകളും പരസ്യങ്ങളും പ്രദർശിപ്പിക്കുന്നത് പാകിസ്ഥാൻ നിരോധിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും റഷ്യയും ചൈനയും. കിഴക്കൻ ചൈനയിൽ നടന്ന ഇന്ത്യ, റഷ്യ, ചൈന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷമായിരുന്നു സംയുക്ത പ്രസ്താവന. ഒരു രീതിയിലുള്ള ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന സംയുക്ത പ്രസ്താവന ഇന്ത്യ, ചൈന, റഷ്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷമാണ് പുറത്തിറക്കിയത്. ഭീകര സംഘടനകളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതിന് എതിരായ മുന്നറിയിപ്പും പ്രസ്താവനയിലുണ്ട്. പാകിസ്ഥാനെ ആക്രമിച്ചിട്ടില്ലെന്നും തീവ്രവാദികളെ പ്രതിരോധിക്കുവാനുള്ള നടപടി മാത്രമാണ് ഇന്ത്യ സ്വീകരിച്ചതെന്നും സുഷമ സ്വരാജ് യോഗത്തിൽ വിശദീകരിച്ചു. പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് നൽകുന്ന പിന്തുണയും ഇന്ത്യ വിശദീകരിച്ചു. This was not a military operation. No military installations were targeted. The limited objective of the preemptive strike was to act decisively against the terrorist infrastructure of Jaish-e-Mohammed in order to preempt another terror attack in India. ഭീകരപ്രവർത്തനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പാകിസ്ഥാനോട് അമേരിക്ക ആവശ്യപ്പെട്ടു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോപ്പിയോ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കശ്മീരിൽ ഇന്ത്യൻ യുദ്ധവിമാനം തകർന്നു വീണ ബഡ്ഗാമിൽ നിന്ന് ന്യൂസ് 18 പ്രതിനിധി സെമിയുല്ല തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. हम इस वक्त मौजूद है जिला बडगाम के गरेंद इलाके में, जहां कुछ देर पहले इंडियन एयरफोर्स का एक तैयारा हादसे का शिकार हो चुका है और हम इस वक्त ग्राउंड जीरो पर मौजूद है, जहां आप देख सकते हैं कि किस तरीके की तबाही यहां पे मची हुई है और चारों तरफ जो है धुआं ही धुआं नजर आ रहा है। और ये पूरा जो ये इंडियन एयरफोर्स का जेट था, इसने आग पकड़ी और यहां बताया जा रहा है कि इसमें पायलट समेत 3 लोग और सवार थे जो इस हादसे में अभी जो है मारे गए हैं। और यहां मैं आपको बता दूं कि यहाँ पे जो इस इलाके के पूरे लोग हैं वो यहाँ जमा हुए हैं और यहाँ डिस्ट्रिक्ट एडमिनिस्ट्रेशन की तरफ से भी जो है SSP बडगाम और DC बडगाम पहुंचे हैं, जो इस जायज वारदात का जायजा लेंगे. समीउल्ला, न्यूज़ 18 उर्दू. പാകിസ്ഥാന് തിരിച്ചടി നൽകിയ ഇന്ത്യൻ വ്യോമാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് മലയാളി ഉദ്യോഗസ്ഥൻ. ചെങ്ങന്നൂർ പാണ്ടനാട് വൻമഴിയിൽ കുടുംബാംഗം എയർ മാർഷൽ സി ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള വ്യോമ കമാൻഡാണ് ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്.
1979 യുദ്ധവൈമാനികനായി വ്യോമസേനയിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ എയർ മാർഷൽ ഹരികുമാർ വിദഗ്ധ വിമാന പരിശീലകൻ കൂടിയാണ്. 3300 മണിക്കൂറിലധികം വിവിധ യുദ്ധവിമാനങ്ങൾ പറപ്പിച്ചിട്ടുണ്ട്. 2015 കിഴക്കൻ വ്യോമസേന കമാൻഡിന്റെ മേധാവിയായി ചുമതലയേറ്റ ഹരികുമാർ 2016 മുതൽ പടിഞ്ഞാറൻ വ്യോമ കമാൻഡ് മേധാവിയാണ്. ഡൽഹി ആസ്ഥാനമായുള്ള ഈ കമാൻഡിനാണ് പാകിസ്ഥാനുമായുള്ള അതിർത്തിയിലെ വ്യോമസുരക്ഷാ ചുമതല. പുൽവ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ ഹരികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനായി ഒരുക്കം ആരംഭിച്ചിരുന്നു. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BS ധനോവയുമായി ചർച്ച ചെയ്ത ശേഷം ലേസർ ബോംബിംഗിൽ വിദഗ്ധരായ പൈലറ്റുമാരെ നിയോഗിച്ചു. മികച്ച സേവനത്തിന് വായുസേനാ മെഡൽ, രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ എന്നിവ ഹരികുമാറിന് ലഭിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ വൻമഴിയിൽ കുടുംബാംഗമാണ് ഹരികുമാർ. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഓഫീസറാണ്. കുട്ടിക്കാലം മുതലേ പുള്ളിക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. വെൽ ഡിസിപ്ലിൻഡ് ആണ്. എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകത പുലർത്തിയിരുന്ന ഒരു ആളായിരുന്നു ഹരി. ഇന്ത്യയുടെ കിഴക്കൻ വ്യോമസേന കമാൻഡിന് നേതൃത്വം നൽകുന്നതും മലയാളിയാണ്. കണ്ണൂർ കാടാച്ചിറ സ്വദേശി എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാർ. ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയുമായുള്ള അതിർത്തിയുടെ വ്യോമസുരക്ഷാ ചുമതലയാണ് കിഴക്കൻ വ്യോമ കമാൻഡിനുള്ളത്. ഇന്ത്യൻ വ്യോമസേനയുടെ നക്ഷത്ര തിളക്കമുള്ള ഈ നേട്ടത്തിന് ചുക്കാൻ പിടിച്ചത് ചെങ്ങന്നൂർക്കാരനായ മലയാളിയാണെന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ചെങ്ങന്നൂരിലെ വൻമഴിയിൽ വീട്ടിൽ നിന്നും ക്യാമറമാൻ കണ്ണൻ പ്രസേനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സൈനികരെ അധിക്ഷേപിച്ചെന്ന BJP ആരോപണത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിഷയം BJP രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നതിന്റെ പ്രതികരണം ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് കോടിയേരി പറഞ്ഞു. കോടിയേരിയുടെ പ്രസ്താവന ദേശദ്രോഹപരമാണെന്നും പ്രസ്താവന പിൻവലിച്ച് കോടിയേരി മാപ്പ് പറയണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീർ പ്രശ്നം അതൊരു രാഷ്ട്രീയ പ്രശ്നമായി കണക്കാക്കി കാശ്മീർ പ്രശ്നത്തിന് പരിഹാരം കാണണം. കാശ്മീർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന RSSന്റെ സമീപനം അത് ജനങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ശത്രു രാജ്യങ്ങൾ പോലും പറയാത്ത, പാകിസ്ഥാൻ പോലും പറയാത്ത വണ്ണം ശക്തമായി പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനമാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. പുരസ്കാരത്തിന് പുത്തൻ തിളക്കം. വയനാട്ടിലെ ആദിവാസികളുടെ കഥയുമായി എത്തിയ കാന്തൻ ദ ലവർ ഓഫ് കളറിന് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. ജയസൂര്യയും സൌബിൻ സാഹിറും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. നിമിഷ സജയനാണ് മികച്ച നടി. 57 പുതുമുഖ സിനിമകൾ പരിഗണിച്ച ചലച്ചിത്ര പുരസ്കാര ജൂറി വയനാട്ടിലെ ആദിവാസികളുടെ കഥയുമായി എത്തിയ കാന്തൻ ദ ലവർ ഓഫ് കളറാണ് മികച്ച സിനിമയായി തെരഞ്ഞെടുത്തത്. ദയാഭായ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ഷെരീഫ് ഈസയാണ്. മികച്ച നടനുള്ള പുരസ്കാരം ജയസൂര്യയും സൌബിൻ സാഹിറും പങ്കിട്ടു. സുഡാനി ഫ്രം നൈജീരിയയിലൂടെയാണ് സൌബിന് പുരസ്കാരം. ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ എന്നീ സിനിമകളിലൂടെയാണ് ജയസൂര്യ മികച്ച നടനായത്. മികച്ച നടൻ ജയസൂര്യ കഴിഞ്ഞാൽ മറ്റൊന്ന് സൌബിൻ ഷാഹിർ. മികച്ച നടനുള്ള സാധ്യതാ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന ജോജു ജോർജിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. തോലയിലെ അഭിനയത്തിലൂടെ നിമിഷ സജയൻ മികച്ച നടിയായി. ഒരു ഞായറാഴ്ച എന്ന സിനിമയിലൂടെ ശ്യാമപ്രസാദ് മികച്ച സംവിധായകനായി. മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്. ചിത്രം ഒരു ഞായറാഴ്ച. മികച്ച രണ്ടാമത്തെ ചിത്രവും ഒരു ഞായറാഴ്ചയാണ്. പോയ വർഷം ഏറ്റവും ജനശ്രദ്ധ നേടിയ സുഡാനി ഫ്രം നൈജീരിയയ്ക്ക് നവാഗത സംവിധായകനും തിരക്കഥയ്ക്കും ജനപ്രിയ ചിത്രത്തിനുമടക്കം 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. എഡിറ്റിംഗിനുൾപ്പെടെ 4 പുരസ്കാരങ്ങൾ സനൽകുമാർ ശശിധരൻ ചിത്രം ചോല സ്വന്തമാക്കി. അബനി ആദിയാണ് മികച്ച ബാലതാരം. മികച്ച കഥാകൃത്ത് ജോയ് മാത്യു. ചിത്രം അങ്കിൾ. കാർബൺ എന്ന ചിത്രത്തിലൂടെ KU മോഹനൻ മികച്ച ഛായാഗ്രാഹകനായി. കാർബണിലെ ഗാനങ്ങൾ ഒരുക്കിയ വിശാൽ ഭാരദ്വാജാണ് മികച്ച സംഗീത സംവിധായകൻ. ജോസഫിലെ ഗാനം ആലപിച്ച വിജയ് യേശുദാസ് മികച്ച ഗായകനും ആമിയിലെ ഗാനങ്ങളിലൂടെ ശ്രേയ ഘോഷാൽ മികച്ച ഗായികയുമായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. അവാർഡ് നൽകുന്ന സന്തോഷം വലുതാണെന്നും തന്നെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കുമായി അവാർഡ് സമർപ്പിക്കുന്നതായും മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ജയസൂര്യ ന്യൂസ് 18നോട് പറഞ്ഞു. ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് താൻ മേരിക്കുട്ടിയിലെയും ക്യാപ്റ്റനിലെയും കഥാപാത്രങ്ങൾ പൂർത്തിയാക്കിയതെന്നും ജയസൂര്യ പറഞ്ഞു.
മലയാള സിനിമയിലെ ജനകീയ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നടനെ തേടിയാണ് പോയ വർഷത്തെ മികച്ച നടനുള്ള അവാർഡുകൾ എത്തുന്നത്. വളരെ സന്തോഷത്തോടെ നടൻ ജയസൂര്യ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ജയസൂര്യ, അഭിനന്ദനങ്ങൾ എല്ലാ അർത്ഥത്തിലും. പലതുകൊണ്ട് വ്യത്യസ്തമായ 2 കഥാപാത്രങ്ങൾ. ജയസൂര്യ അടുത്ത കാലങ്ങളിൽ നടത്തുന്ന കഥാപാത്രത്തിന് വേണ്ടി നടത്തുന്ന മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, ഇതെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രേക്ഷകർക്ക് പരിചയമുള്ളത്. അത്തരമൊരു കഠിന പ്രയത്നത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സന്തോഷം തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ജനങ്ങൾ സ്വീകരിച്ച സിനിമകൾക്ക് 2 സിനിമകൾക്കാണ് കിട്ടിയത് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ എന്ന് പറയുന്ന സംവിധായകൻ പ്രജേഷിനോടും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത്, എൻ്റെ കോ പാർട്ട്ണറാണ് രഞ്ജിത്ത്, എൻ്റെ പ്രിയ സുഹൃത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം രണ്ടും, ഒരു ആണും ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഈ 2 കഥാപാത്രങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് തന്നെയായിരുന്നു. കാരണം പൂർണ്ണമായിട്ട് സ്ത്രീയാണോ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് സ്ത്രീയല്ല. അതിനകത്തൊരു ഒരു പുരുഷൻ ചിലപ്പോൾ ശരീരം കൊണ്ട് എവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് തന്നെയാണ്. പിന്നെ എനിക്ക് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത VP സത്യൻ എന്ന് പറയുന്ന വ്യക്തിയാകുക എന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. മേരിക്കുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ആശങ്കയുണ്ടായിരുന്നു? കാരണം ഇത് ഏത് രീതിയിൽ വിലയിരുത്തപ്പെട്ടേക്കാം എന്നത്. അത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടും ആളുകൾക്കുണ്ടായിരുന്നല്ലോ. കാരണം അവർ വിചാരിച്ചത് ഇതൊരു വളരെ കോമഡി ആയിട്ടുള്ളൊരു പടമാണ്. അതല്ല. കാരണം ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ളത് ചാന്തുപൊട്ടാണ്, പിന്നെ ദിലീപേട്ടൻ തന്നെ അഭിനയിച്ച വേറൊരു സിനിമയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പെണ്ണായിട്ട് വരുന്നു, ഒരു കോമഡി സിനിമയായിരിക്കും. പക്ഷേ അതല്ല, ഇത് സിനിമ കണ്ടു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസ് ആളുകൾക്ക് മനസ്സിലാവുക. കാരണം നമ്മുടെ ചുറ്റിനുമുള്ള മേരിക്കുട്ടിമാരെ ചിലപ്പോൾ നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റി ചുളിക്കുന്ന, തമാശ പറയുന്ന, കളിയാക്കുന്ന, അവർക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും, ലൈക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക, ഒരുപാട് ഫുട്ബോൾ പ്രേമികൾക്കും അതുപോലെ തന്നെ സത്യേട്ടൻ്റെ കുടുംബത്തിനും മേരിക്കുട്ടിമാർക്കും ഞാൻ എൻ്റെ ഈ അവാർഡ് സമർപ്പിക്കാം. ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കുടുംബം തന്നെയാണ്, പലപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സരിതയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്? അത് ഈ ഒരു ചേരുമ്പോഴാണോ ജയസൂര്യ ഒരു പൂർണ്ണ വിജയത്തിലേക്ക് വരുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേരിക്കുട്ടി എന്ന് പറയുന്ന സിനിമ ആ കോസ്റ്റ്യൂം ഒന്നും പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, ആ ക്ലാസ്നെസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മേരിക്കുട്ടി ഒരിക്കലും മേരിക്കുട്ടി ആവില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ സംവിധായകനും അതുപോലെ തന്നെ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു സരിതയ്ക്ക്. അതെ, അദ്ദേഹം ഒരു കാര്യത്തിലും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ടോട്ടലി നമുക്ക് വിട്ട് തന്നേക്കുമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു റെയർ ചാൻസ് ആണല്ലേ ഭർത്താവിനെ ലേഡിയാക്കി ഒരുക്കി സാരി ഉടുപ്പിച്ച് സുന്ദരിയാക്കി നിർത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും അതുമായി അപ്പം അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക മൊമെന്റ്സ് ഉണ്ടായ സിനിമയാണത്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ട്രഷർ ചെയ്യുന്നു. ലുക്കാച്ചുപ്പി, അതോടെ സുധിവാരികം, ഇതെല്ലാം ഒരു വളരെ തൊട്ടടുത്ത് വെച്ച് നഷ്ടമായ അല്ലെങ്കിൽ ജയസൂര്യക്ക് അർഹതപ്പെട്ട ഇത് കിട്ടാതെ പോയിട്ടുണ്ട്. അത്തരം ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഒരു നിരാശയിലേക്ക് അത് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം കുറച്ച് നേരം നിൽക്കുള്ളൂ, അതപ്പം തന്നെ പോകും. ഇതിപ്പോൾ ഞാനിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടർ കിട്ടി, അതൊന്നും എൻ്റെ തലയിൽ കയറില്ല. അതങ്ങോട്ട് പൊക്കോട്ടെ, എന്തിനത് നമ്മൾ സാക്ഷിയായിട്ട് നിന്നാൽ പോരെ, നോക്കി കണ്ടാൽ മതി. പക്ഷെ അതല്ലാതെ ഇത് നമ്മളെ ബാധിക്കുമ്പോഴാണ് കുഴപ്പമുള്ളത്. ഈവൻ വിഷമമാണെങ്കിലും ശരി, അത് വന്ന് പൊക്കോളും അല്ലേ. ഇതും കടന്നു പോകും എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ അതല്ലെന്നുണ്ടെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും നമ്മളെ ബാധിക്കും. ഒരുപാട് ദുഃഖം വരുമ്പോഴും നമ്മൾ ദുഃഖത്തിനെ ഫോക്കസ് ചെയ്താൽ, അതുപോലെ തന്നെ സന്തോഷം വന്ന സന്തോഷത്തിനെ ഫോക്കസ് ചെയ്താൽ അതൊക്കെ പ്രശ്നമാണ്. അതങ്ങനെ പോകട്ടെ. ഏതായാലും ഇതൊരു വലിയ തുടക്കമാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും ആശംസയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. ഏതായാലും തുടരുക. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ചോല എന്ന ചിത്രത്തിലൂടെയാണ് നിമിഷ സജയൻ മികച്ച നടിയായത്. പുരസ്കാരത്തെ അംഗീകാരമായി കാണുന്നുവെന്നായിരുന്നു നിമിഷയുടെ പ്രതികരണം. അവാർഡ് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറയും പോലെ നമ്മൾ ചെയ്യുന്ന വർക്ക് നന്നായിട്ടുണ്ട് എന്ന് ഒരു അപ്രിസിയേഷൻ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തു വന്ന ഇപ്പോൾ തൊണ്ടി മുതൽ തൊട്ട് ചോല വരെയുള്ള സിനിമ, ഞാൻ അഭിനയിച്ച സിനിമയ്ക്ക് കിട്ടിയ ഒരു അപ്രിസിയേഷനാണ്. ഇപ്പം ഞാൻ അടുത്ത സിനിമകൾക്ക് അപ്രിസിയേഷൻ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. തനിക്ക് ലഭിച്ച പുരസ്കാരത്തിനൊപ്പം സുഡാനി ഫ്രം നൈജീരിയയ്ക്ക് വലിയ അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്ന് നടൻ സൗബിൻ ഷാഹിർ പറഞ്ഞു. ജയസൂര്യയ്ക്കൊപ്പം മികച്ച നടനുള്ള പുരസ്കാരം പങ്കിടാൻ സാധിച്ചത് അഭിമാനകരമെന്നും സൗബിൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ സൗബിനാണ് നമുക്കൊപ്പം ചേരുന്നത്. സൗബിൻ, ആദ്യമായിട്ട് വരുന്ന പ്രതികരണം അതെങ്ങനെയായിരിക്കും? സന്തോഷം തന്നെ, എല്ലാവരോടും വളരെയധികം സന്തോഷം.
ഇങ്ങനെ എന്താ പറയുക ആ എനിക്ക് ഫിലിമിന് കിട്ടുമെന്ന് വളരെയധികം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു മൂവി അത് എനിക്ക് കിട്ടുമെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷേ വളരെയധികം സന്തോഷമായി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല അവാർഡ്, വ്യക്തിപരമായിട്ട് അവാർഡ് കിട്ടുമെന്നുള്ള? ഇല്ലില്ല, ഞാൻ ശരിക്കും പറഞ്ഞ് മറന്നിരിക്കണമായിരുന്നു. കുറച്ച് ഓട്ടത്തിൽ തിരക്കിലായിരുന്നു. അപ്പോൾ രാവിലെയാണ് ഉപ്പ് പറയുന്നത് ഇന്നാണ് അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ കണ്ടിട്ട് പറയും എന്ന് പറഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് ഇങ്ങനെ വന്നത്. എന്തായാലും സന്തോഷമായി. ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഇപ്പോൾ പുരസ്കാരം നിറവിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് ഈ അതുവരെയുള്ള യാത്ര പണിയെടുത്തതിൻ്റെന്ന് തോന്നുന്നു. നന്നായിട്ട് വർക്ക് ചെയ്താലേ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഡ്രീംസും എല്ലാം എല്ലാം നന്നാവും തോന്നുന്നു. എല്ലാം സന്തോഷമാവും എല്ലാവരും. സത്യത്തിൽ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ. ഈ മികച്ച നടനുള്ള പുരസ്കാരം ജയസൂര്യയായിട്ടാണ് പങ്കിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? വളരെ നല്ല സന്തോഷമാണ്. കാരണം ജയേട്ടനെ എനിക്ക് നേരത്തെ അറിയാവുന്ന അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ ഞാൻ ജയേട്ടനെ അറിയാവുന്നതാണ്. ഞങ്ങൾ മിക്കപ്പോഴും കാണാറുള്ള ആൾക്കാരാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ജയേട്ടൻ്റെ കൂടെ അത് പങ്കെടുക്കാൻ പങ്കുചേരാൻ പറ്റിയതിൽ. ഈ കുമ്പളങ്ങി നൈറ്റ്സ് ഇപ്പം വിജയകരമായി തന്നെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള വർക്ക്സ് എന്തൊക്കെയാണ് ഇനിയുള്ള പ്രൊജക്ട്സ്? ഇനി ഇപ്പോൾ യമണ്ടൻ പ്രണയകഥ ഇറങ്ങാനുണ്ട്, വൈറസ് ഇറങ്ങാനുണ്ട്, ട്രാൻസ് മൂവി ഇറങ്ങാനുണ്ട്, അമ്പിളി, പിന്നെ ചെയ്യാനുള്ള കുറച്ച് സിനിമകളുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അങ്ങനെ കുറച്ച് അധികം പടങ്ങൾ, ബത്തൻ സാറിൻ്റെ കൂടെ മെട്രോ, കുറച്ച് മൂവീസ് ഉണ്ട്. അപ്പോൾ ഈ പുരസ്കാരം നിറവിൽ തന്നെ നിൽക്കുമ്പോൾ ഇനി ഉള്ള സിനിമകളും ഈ അധ്വാനം തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് തീരുമാനം? അതെ, നേരത്തെ പുരസ്കാരത്തിന് മുമ്പുള്ള വർക്ക് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എല്ലാം ഒരേപോലെ തന്നെ നോക്കുള്ളൂ, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ജോജുവിനടക്കം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, അതായത് ജോസഫിലെ മികച്ച അഭിനയത്തിന്. അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ലതാണ്, നല്ല അടിപൊളിയായിട്ടാണ്. എനിക്ക് സന്തോഷം. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഒരു പുരസ്കാരം വഴി നമുക്ക് തന്നെ ഒരു സ്പേസ് കിട്ടുന്നില്ല. അതിലെനിക്ക് വളരെയധികം സന്തോഷമുള്ളൂ. ഇനിയും കുറച്ച് അവാർഡുകൾ കൂടുതൽ വെച്ചിട്ട് കുറച്ച് എല്ലാവരും സന്തോഷിപ്പിച്ചാൽ നല്ലതായിരിക്കും. നേരത്തെ വിനായകന് പുരസ്കാരം കിട്ടിയപ്പം വലിയൊരു പിന്തുണയാണ് ലഭിച്ചത്. ഇത്തവണ പുരസ്കാരം അർഹതപ്പെട്ട എല്ലാവർക്കും ലഭിച്ചതായിട്ടൊരു തോന്നൽ ഉണ്ടോ? എല്ലാ പ്രാവശ്യവും എനിക്ക് തോന്നാറുണ്ട് ഓക്കെയാണ്. കാരണം അവർ അത്രയധികം സെലക്ട് ചെയ്ത് ഇതാക്കുന്നതാണല്ലോ. അതുകൊണ്ട് എല്ലാത്തിനും അവർ കൂടെ നിൽക്കാന്ന് പറയുന്നതാണ് സന്തോഷം. അപ്പോൾ ഈ സുഡാനി ഫ്രം നൈജീരിയ വലിയ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അതിലൂടെ തന്നെ അതിൻ്റെ മികച്ച അഭിനയത്തിലൂടെ തന്നെ പുരസ്കാരവും നേടിയിരിക്കുന്നത്. ഇപ്പോൾ കൂടെ അഭിനയിച്ച ഒരു നൈജീരിയക്കാരനുണ്ട്, അദ്ദേഹത്തോട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കെട്ടിപ്പിടിച്ചൊരു കൊടുത്തതിനെ. കാരണം അന്ന് ഫ്ലൈറ്റ് കയറി പോയതാണ്. പിന്നെ നമുക്ക് പടത്തിലുള്ള പോലെ തന്നെ പിന്നെ ഞങ്ങൾ തമ്മിൽ മെസ്സേജിലൂടെ മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്തായാലും കാരണം സാമുവലും രസമാണ് സാമുവൽ. അതുകൊണ്ട് സന്തോഷം. എന്തായാലും എല്ലാവിധ ആശംസ. ഒരു ഞായറാഴ്ച എന്ന ചിത്രം ഒരുക്കിയ ശ്യാമപ്രസാദാണ് മികച്ച സംവിധായകൻ. മികച്ച രണ്ടാമത്തെ ചിത്രവും ഒരു ഞായറാഴ്ചയാണ്. ചെറിയ സിനിമയ്ക്ക് ലഭിച്ച വലിയ നേട്ടമെന്ന് മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്യാമപ്രസാദ്. വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇതിലെ സാങ്കേതിക പ്രവർത്തകർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഏറ്റവും പുതിയ അഭിനേതാക്കളാണ്. ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പം അങ്ങനെയുള്ള ഒരു വർക്കിന് ഒരു റെക്കഗ്നിഷൻ ഇതുപോലെ കിട്ടിയെന്നത് തീർച്ചയായും സന്തോഷം തരുന്ന കാര്യമാണ്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയതിൽ സന്തോഷമുണ്ടെന്ന് ജോജു ജോർജ്. അവാർഡ് സംവിധായകരായ പത്മകുമാറിനും സനലിനും സമർപ്പിക്കുകയാണെന്നും ജോജു ന്യൂസ് 18നോട് പറഞ്ഞു. മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജോജു നമ്മോടൊപ്പം ചേരുകയാണ്. അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ സംസ്ഥാന അവാർഡാണ്. എത്രത്തോളം സന്തോഷത്തിലാണ് ഈ അവാർഡ്? ഭയങ്കര സന്തോഷമാണ്. അവാർഡിന് ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. കാരണം മലയാളത്തിലെ മികച്ച നടന്മാരുടെ ഒപ്പം എൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററുകൾ അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗംഭീര വിജയമാണ് എൻ്റെ ലൈഫിൽ. അത് വളരെ സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്യുകയാണ്. ജോസഫ് എന്ന കഥാപാത്രത്തിന് അതോടൊപ്പം തന്നെ ചോലയിലെ അഭിനയത്തിനുമാണ് മികച്ച ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലൂടെ തന്നെ പുരസ്കാരം ലഭിച്ചതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ രണ്ട് സിനിമകളും എനിക്ക് വളരെ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന സിനിമകളാണ്. അത് ഞാൻ പപ്പേട്ടനും സനൽകുമാർ ശശിധരനുമാണ് ഈ അവാർഡ് ഞാൻ കൊടുക്കുന്നത്. കാരണം അത് അവരെനിക്ക് വാങ്ങി തന്നതാണ്. അത് അവരുടെ കോൺട്രിബ്യൂഷൻ ഒരുപാടാണ്. ചോല ഒരു അസാധ്യ സിനിമയാണ്. അതിലെ അഭിനയത്തിനാണ് നിമിഷയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് ഭയങ്കര സന്തോഷം. എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഈ ജോസഫിലെ കഥാപാത്രം അഭിനയിക്കുന്നത്? അല്ല, അതിൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്താൽ പൊന്താത്തൊരു കഥാപാത്രമാണത്. അത് ഞങ്ങൾ ഒരുപാട് പേര് കൂടിയിട്ടെടുത്തത്. കാരണം അതിൽ പപ്പേട്ടനുണ്ട്,
എൻ്റെ റൈറ്ററുണ്ട്, ക്യാമറമാനുണ്ട്, എഡിറ്ററുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി സഹായിച്ചപ്പോൾ അത് എളുപ്പമായി. അതുകൊണ്ടാണ് ഞാൻ ആ അവാർഡ് എൻ്റെ ഈ 2 സിനിമയിലും വർക്ക് ചെയ്തവർക്ക് വേണ്ടിയിട്ട് അവരെനിക്ക് വാങ്ങി തന്ന അവാർഡാണത്. പുരസ്കാര നേട്ടത്തിലേറെ സന്തോഷമുണ്ടെന്ന് മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച സാവിത്രി ശ്രീധരൻ. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൌഭാഗ്യമായി ഇതിനെ കരുതുന്നു എന്നും സാവിത്രി ന്യൂസ് 18നോട് പറഞ്ഞു. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സാവിത്രിക്ക് പുരസ്കാരം ലഭിച്ചത്. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന സാവിത്രി ശ്രീധരനാണ് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. അവരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ആദ്യ പുരസ്കാരമാണല്ലോ, എന്തു തോന്നുന്നു? നമസ്കാരം. വളരെ വളരെ സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷം, പറഞ്ഞറിയിക്കാനാവാത്തതാ. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ അവാർഡ് കിട്ടുമെന്നുള്ളത്. ആദ്യമായിട്ട് ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ കടവിൽ ചെറിയ റോള് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ രണ്ടാമത് ഇങ്ങനെ ഇത്രയും വലിയൊരു റോള് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് സുഡാനി ഫ്രം നൈജീരിയയാണ്. അപ്പോൾ വളരെ പേടിയുണ്ടായിരുന്നു കേട്ടോ സിനിമേനെ പറ്റി. പിന്നെ കടവ് സിനിമ ചെയ്തത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇത് അവർ വന്ന് വിളിച്ചപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു പോവാൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ സിനിമ അങ്ങനെ ചെയ്തിട്ടില്ല. സംസ്ഥാന പോലീസ് ഭരണ സംവിധാനത്തിൽ വൻ അഴിച്ചുപണി. ക്രമസമാധാന ചുമതല പൂർണ്ണമായും ഒരു ADGPക്ക് കീഴിലാക്കി. IG-മാർക്കായിരിക്കും മേഖലകളുടെ ചുമതല. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബാങ്ക് മേധാവികളുടെ യോഗം വിളിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യത്ത് യുദ്ധഭീതിയുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സൈന്യത്തിന് രാഷ്ട്രീയമില്ല. ദേശഭക്തി കൊണ്ടാണ് സൈന്യം പ്രത്യാക്രമണം നടത്തിയത്. ഇതിന് നരേന്ദ്രമോദിയുടെ നെഞ്ചളവ് കൂട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളതെന്നും കാനം പരിഹസിച്ചു. രാജ്യത്തെ സൈന്യത്തിന് രാഷ്ട്രീയമില്ല. സൈന്യത്തിനുള്ളത് ദേശഭക്തിയാണ്. ആ ദേശഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരായ ആക്രമണത്തെ അത് തടയാൻ, തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചത്. അതിന്റെ പേരിൽ നരേന്ദ്രമോദി നെഞ്ചളവ് കൂട്ടുന്നതിൽ എന്താ അർത്ഥം? NK പ്രേമചന്ദ്രനെ കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് RSP. പ്രധാന മുന്നണികളിൽ നിന്നുള്ള ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് RSP ഇന്ന് നടത്തിയത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്രേമചന്ദ്രനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കൊല്ലം സീറ്റ് RSPക്ക് തന്നെ എന്നതിൽ UDFൽ തർക്കമുണ്ടായിരുന്നില്ല. സിറ്റിംഗ് സീറ്റിൽ ആരു മത്സരിക്കണമെന്നതിൽ RSPയിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ചൊവ്വാഴ്ച UDF ഉഭയകക്ഷി ചർച്ചയിൽ കൊല്ലം സീറ്റ് RSPക്ക് എന്നതിൽ തീരുമാനമായി. 24 മണിക്കൂറിനുള്ളിൽ നടന്ന സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. NK പ്രേമി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വേണമല്ലോ. ആ നിലയിൽ ഔദ്യോഗിക തീരുമാനം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റ് ആദ്യം തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റി യോഗം അത് അംഗീകരിച്ചു. ആ അംഗീകാരം UDFനെ അറിയിക്കാനും തീരുമാനിച്ചു. കൊല്ലം സീറ്റിനെ ചൊല്ലിയുള്ള അവകാശവാദത്തിൽ CPMവുമായി ഇടഞ്ഞുനിന്ന RSP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ഇടതുമുന്നണി വിട്ട UDFലെത്തിയത്. സിറ്റിംഗ് സീറ്റായ കൊല്ലം സീറ്റ് വിട്ടു നൽകിയാണ് കോൺഗ്രസ് RSPയെ രായ്ക്കുരാമാനം കൂടെ കൂട്ടിയത്. അന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് 2 തവണ കൊല്ലം MP ആയിരുന്ന പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത്. ബംഗാളിൽ ഇടതുമുന്നണിയുടെ ഭാഗമാണെങ്കിലും കോൺഗ്രസുമായുള്ള ധാരണയിൽ സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെ ചൊല്ലി CPMവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് RSP. കഴിഞ്ഞ തവണ പാർലമെന്റിൽ പാർട്ടിയുടെ ഏക പ്രതിനിധിയായിരുന്ന പ്രേമചന്ദ്രനെ വീണ്ടും മത്സരിപ്പിച്ച പാർലമെന്ററി പ്രാതിനിധ്യം നിലനിർത്തുന്നതിന്റെ ഭാഗമാണ് മുൻകൂട്ടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ഔദ്യോഗിക പ്രചാരണം ആരംഭിക്കൂവെന്നും AISIS പറഞ്ഞു. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.